ഡയറക്റ്റായി നോക്കാൻ അവർക്ക് പറ്റത്തില്ല. मेरे प्रियजनों, 2000 साल पहले मरे हुए यीशु मसीह को वो लोग नहीं देख सकते हैं. അവർ നിങ്ങളിലൂടെയായ യേശുവിനെ കാണുന്നു. वो लोग आपके द्वारा यीशु मसीह को देखते हैं. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ യേശു അവർക്ക് മറഞ്ഞിരിക്കും. और तुम अगर यीशु मसीह को नहीं दिखा सकते तो उनके लिए यीशु मसीह छिपा रहेगा. और നമുക്ക് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞങ്ങളെ നോക്കാൻ പറയുന്ന ഒരു നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. तो आज जो हमें जरूरी है, पाप से एक छुड़ाई और स्वतंत्रता. പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. पाप करने की स्वतंत्रता नहीं, लेकिन पाप से बाहर निकलने की स्वतंत्रता. ഹല്ലേലൂയ, हालेलुया. അതിനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. और इसीलिए यीशु मसीह संसार में आया. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വിശ്വാസിക്കും അവിശ്വാസിയായ ഒരു വ്യക്തിയുടെ പ്രശ്നം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ പ്രശ്നം അവിടെ എഴുതുന്നുണ്ട്. അവന് പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം അവൻ പാപത്തിന്റെ അടിമയാണ്. रोमन की पत्री में एक विश्वासी और अविश्वासी के बारे में जब लिखा है, तो एक अविश्वासी जो है वो पाप रहित जीवन नहीं बिता पाता, या पाप उससे नहीं करे ऐसा नहीं होता, क्योंकि वो पाप के अधीन होता है. അവന് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. उसे पाप करने की इच्छा नहीं है. അവന് പാപം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹം. और पाप नहीं करे ऐसी उसकी इच्छा है. പക്ഷേ അവൻ ആഗ്രഹിക്കാത്ത തിന്മ അവൻ ചെയ്തു പോകും. लेकिन वो नहीं चाहता ऐसा अधर्म उससे हो जाता है. അത് വലിയ പ്രശ്നമാണ്. और ये बहुत बड़ी समस्या है. അതാണ് വാസ്തവത്തിൽ ഒരു പാപിയുടെ ഏറ്റവും വലിയ പ്രശ്നം. और यही एक पापी का सबसे बड़ी समस्या है. പാപത്തിന്റെ അടിമ. അവന് പാപത്തിൽ സ്വാതന്ത്ര്യമില്ല. അവൻ പാപമാണ് അവനെ ഭരിക്കുന്നത്. उसे पाप से स्वतंत्रता नहीं है और पाप उस पर प्रभुता करता है. അതുകൊണ്ട് അവന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പാപം ചെയ്തു പോകും. इसीलिए अगर उसमें इच्छा है या नहीं तो भी वो पाप कर लेता है. നമുക്കറിയാം, ഈ കള്ളു കുടിക്കുന്നവരൊക്കെ വന്ന് പറയും, എന്റെ ബ്രദറെ എനിക്കൊരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല, കുടിച്ചു പോവുക. हम जानते हैं कि शराबी कभी कभार आकर कहता है कि ये मेरे भाई, मुझे शराब पीना नहीं अच्छा लगता, लेकिन क्या करे, हो जाता है. വഴക്കുണ്ടാക്കുന്നവരൊക്കെ അത് കഴിഞ്ഞിട്ട് വിളിച്ചേ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി ഞാനിത് ചെയ്തു പോവുകയാണ്. और जो झगड़ा करता है वो भी ऐसे कहता है, अरे यूं ही मैंने झगड़ा कर लिया, नहीं करना चाहिए था, लेकिन क्या करे, हो गया. വ്യഭിചാരം ചെയ്യുന്നവരും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഞാനത് ചെയ്തു പോയി നമ്മൾ. और जो व्यभिचार करता है वो भी उसको करने के बाद कहता है कि अरे मैं तो कर दिया. കാര്യം അവൻ അടിമയാണ്. क्योंकि वो उसका दास है. പക്ഷെ നമ്മൾ അടിമയല്ല. लेकिन हम दास नहीं हैं, നമ്മൾ പുത്രന്മാരാണ്. लेकिन हम उसके संतान हैं. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. हमें स्वतंत्रता मिली है. പാപത്തിന്റെ മേൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. पाप के ऊपर हमें स्वतंत्रता है. അതാണ് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. और इसीलिए रोमन की पत्री 7 के आखिर में प्रेरित पौलुस कहता है कि मैं तुम्हारे लिए यीशु मसीह में उसको धन्यवाद देता हूं. 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. और 8 के पहले आयत से लिखा है कि जो भी मसीह में है उसमें कोई दंड नहीं. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകി. और जीवन का जो प्रमाण है वो मुझे पाप और मृत्यु की व्यवस्था से मुझे स्वतंत्रता दिया है. ഹല്ലേലൂയ, हालेलुया. നേരത്തെ 7-ാം അധ്യായത്തിൽ ഫൈറ്റ് നടന്നത് ബുദ്ധിയും ജഡവും തമ്മിലാണ്. और 7वें अध्याय में जो लड़ाई हम देखते हैं वो बुद्धि മീൻസ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം, എനിക്കറിയാം പാപം ചെയ്യരുത്. उसके ज्ञान उसकी बुद्धि उसके खिलाफ है. എന്റെ ന്യായപ്രമാണത്തെ കുറിച്ചുള്ള അറിവും എന്റെ ജഡവും തമ്മിലാണ് ഫൈറ്റ് നടന്നത്. और मेरे न्याय के बारे में या पुराने नियम के बारे में जो मेरी जानकारी है वो और मेरे बीच में वहां पर लड़ाई होती है. പാപം ചെയ്യരുത് എന്നെ ജ്ഞാനം പറഞ്ഞു. मेरी दिमाग या मेरी बुद्धि ने कहा कि पाप नहीं करूं, പക്ഷെ ജഡത്തിനകത്ത് വസിക്കുന്ന ജഡമായ പാപം എന്നോട് ചെയ്യലാണ്. लेकिन शरीर के अंदर जो सांसारिक जो व्यक्ति जो पाप है उसने मुझे ये करने में मजबूर किया. എന്റെ റിലീജിയൻ പറഞ്ഞു ചെയ്യരുത്. मेरे धर्म ने कहा कि मुझे नहीं करना चाहिए, പക്ഷെ എന്റെ ശരീരം പറഞ്ഞു ചെയ്യലാണ്. लेकिन मेरे शरीर ने कहा कि कर. ഒരു ആരെ ജയിച്ചേ? आखिर में कौन जीता? എന്റെ ജഡം ജയിച്ചു, मेरा शरीर जीता എന്റെ റിലീജിയൻ തോറ്റു. और मेरा धर्म हार गया. ഇതാണ് വിശ്വാസികളുടെ പ്രശ്നം. और यही विश्वासियों की समस्या है. എന്നാൽ വിശ്വാസി അനുസരിക്കുന്നത് ജ്ഞാനത്തെ അല്ല, അവന്റെ റിലീജിയനെ അല്ല.
लेकिन विश्वासी जो है वो ना तो अपनी धर्म ना तो अपनी बुद्धि का पालन करना चाहिए, ജീവന്റെ ആത്മാവ് ഇപ്പൊ എന്റെ ഉള്ളിലുണ്ട്. लेकिन अभी जीवन की आत्मा मेरे अंदर है ഇപ്പൊ ഞാൻ അനുസരിക്കുന്നത് ആത്മാവിനെയാണ്. और अभी मैं इस आत्मा को आज्ञा का पालन करता हूं. ആത്മാവും ജഡവും തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ ആത്മാവേ ജയിക്കുന്നു. आत्मा और शरीर के बीच में अगर झड़प होती है तो सिर्फ आत्मा ही जीतेगी. നിങ്ങളുടെ മതവും ജഡവും തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ മതം ജയിക്കത്തില്ല. ആരെ ജയിക്കത്തുള്ളൂ? ജഡമേ ജയിക്കത്തുള്ളൂ. तुम्हारी धर्म और शरीर में अगर कोई झड़प या झगड़ा होता है तो धर्म कभी भी नहीं जीतेगा, शरीर जीतता है. അവിടെ നമ്മൾ പാപം ചെയ്തു പോകുന്നത്. और इसीलिए हमसे पाप हो जाता है. പക്ഷെ ഇപ്പൊ വേറൊന്നും നമ്മളിലുണ്ട്, ആത്മാവ്. लेकिन अब दूसरी एक चीज हमारे अंदर है, पवित्र आत्मा. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. और आत्मा के आज्ञाकारी बनकर अगर हम चलते हैं तो शरीर की इच्छाओं को हम पूरी नहीं करेंगे. അതുകൊണ്ട് നമുക്ക് ആ മെച്യൂരിറ്റിയിലേക്ക് വളരാനുള്ള സാഹചര്യത്തെ ഒരുക്കി തരുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. और इसीलिए उस परिपक्वता के साथ बढ़ने के लिए हमें सहायता परमेश्वर ने दिया हुआ ये पवित्र आत्मा, उसके लिए वो परिसर बनाता है. പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം കൂടാതെ, പരിശുദ്ധാത്മ ശക്തി കൂടാതെ, പരിശുദ്ധാത്മ നിറവ് കൂടാതെ ഒരാൾക്കും പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കാൻ കഴിയത്തില്ല. बिना पवित्र आत्मा के या पवित्र आत्मा के सामर्थ के बिना, पवित्र आत्मा के शक्ति के बिना कोई भी स्वयं पाप के ऊपर जय नहीं पा सकता. हालेलुया, हालेलुया. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസികളെല്ലാം ആത്മനിറവ് പ്രാപിച്ചവരായിരിക്കണം. और इसलिए हमारे सारे विश्वासी लोग ये आत्मिक भरपूरी पाना चाहिए. हालेलुया, हालेलुया. ബുദ്ധിപരമായി ബൈബിൾ വായിച്ചതുകൊണ്ട് മാത്രം ബൈബിൾ വായിക്കണം, പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് പാപത്തിന്റെ മേൽ ജയം നേടാൻ കഴിയില്ല. केवल हमारे दिमाग से ये पवित्र वचन पढ़ने से, पवित्र वचन पढ़ना चाहिए, लेकिन उसके पढ़ने से कोई भी पाप से बाहर नहीं आता. അവിടെ പാട്ട് പാടി കൈയടിച്ച് പൊട്ടിച്ചാൽ നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയം നേടാൻ കഴിയില്ല. कुछ गीत गाकर, ताली बजाकर, ऊंचाई स्वर से गाने से आप पाप के ऊपर जय नहीं पा सकते. അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മാവിന്റെ നിറവാണ്. लेकिन उसके लिए जो हमें चाहिए वो आत्मा की पूर्णता है. हालेलुया, हालेलुया. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം വായിക്കും. लूका के सुसमाचार उसके 4थे अध्याय में हम पढ़ते हैं. അതിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, उसके पहले आयत में ही हम एक बात देखते हैं. അവിടെ എഴുതിയിരിക്കുന്നത് वहां पर लिखा है, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുകൊടുത്തു. यीशु पवित्र आत्मा से भरा हुआ यर्दन से लौटा. അടുത്ത വാക്യം പറയുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. और अगला वचन लिखा है कि और 40 दिन तक आत्मा के सिखाने से जंगल लेक फिरता गया और शैतान उसकी परीक्षा करता रहा. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. और मत्ती में लिखा है कि शैतान से परीक्षा पाने के लिए आत्मा ने उसे जंगल की ओर उसकी अगुवाई की. മത്തായി സുവിശേഷം 4-ന്റെ 1. मत्ती का सुसमाचार 4:1. ഓക്കേ, അവിടെ എഴുതിയിരിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. वहां पर लिखा है कि उस समय आत्मा यीशु को जंगल में ले गया ताकि इब्लीस से उसकी परीक्षा हो. ഞാനിത് വായിച്ചപ്പോൾ ആലോചിച്ചു, എന്റെ ദൈവമേ, പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് നടത്തുമോ? तो मैंने ये सोचा कि अरे परीक्षा लेने के लिए भी क्या आत्मा अगुवाई करना चाहिए? അത് തന്നെയല്ല, ആരാൽ പരീക്ഷിക്കപ്പെടാനാ? ദൈവത്താൽ പരീക്ഷിക്കപ്പെടാനില്ല, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. और इतना ही नहीं, परमेश्वर के द्वारा परीक्षा पाने के लिए नहीं, शैतान से परीक्षित होने के लिए. ദൂതൻ പരീക്ഷിച്ചാലും വേണ്ടില്ലായിരുന്നു, പക്ഷെ ഇവിടെ പരീക്ഷിക്കാൻ വരുന്നത് പിശാചാണ്. और स्वर्गदूतों के द्वारा परीक्षा पाता तो भी ठीक था, लेकिन यहाँ पे परीक्षा देने के लिए स्वयं शैतान आ रहा है. അതിനുവേണ്ടി ആത്മാവ് യേശുവിനോട് പറഞ്ഞു, മരുഭൂമിയിലോട് ചെല്ല്, അവിടെ ആൾക്കാരെ നോക്കിയിരുന്നു. और इसके लिए आत्मा यीशु मसीह से कहता है कि जंगल की ओर, मरुस्थल की ओर जा, वहां तेरा इंतजार कोई कर रहा है. അവിടെ നിന്നെ പരീക്ഷിക്കാൻ ഞാൻ പിശാച് അങ്ങോട്ട് പോയിട്ടു. और वहां पे तेरी परीक्षा लेने के लिए शैतान उस ओर गया है. നീ പറഞ്ഞത് तू वहां जा. ആത്മാവ് എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ യേശുവിനെ പറഞ്ഞു വിട്ടത്? आत्मा ने क्यों इतनी आत्मविश्वास की और हिम्मत के साथ यीशु मसीह को वहां भेजा? കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി. क्योंकि वहां पर लिखा है कि यीशु मसीह पवित्र आत्मा से भरकर यॉर्दन छोड़कर गया.
എന്താണ് അതിന്റെ അർത്ഥം? He was full of Holy Spirit. इसका मतलब है वो पवित्र आत्मा से परिपूर्णता भरा हुआ था, Full of Holy Spirit. भरा हुआ था, ആത്മാവ് നിറഞ്ഞിരിക്കും. आत्मा उसमें परिपूर्ण था। ആത്മാവ് പറയുന്നത്, യേശുവിനോട് പറയുന്നത്, നീ ചെന്നോ, കുഴപ്പമൊന്നുമില്ല. आत्मा यीशु मसीह से कहता है कि तू जा, कोई समस्या नहीं है। അവൻ കുറച്ച് പരീക്ഷ കൊണ്ടുപോയി. वो कुछ परीक्षा ले आएगा, പക്ഷെ അതൊന്നും അകത്തോട്ട് കയറത്തില്ല. लेकिन वो कोई भी अंदर प्रवेश नहीं करेगा, കാര്യം അകത്തോട്ട് കയറാൻ സ്പേസ് ഇല്ല. क्योंकि अंदर प्रवेश करने के लिए जगह नहीं है, കാര്യം അത് ആത്മാവിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയും क्योंकि अंदर पूरा आत्मा से भरा हुआ है। പിന്നെ എങ്ങോട്ട് കയറാണ്? फिर वो कहाँ घुसेगा? പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മളെ തന്നെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. ऐसे लोगों लालसाओं से बचना है तो एक ही मार्ग है, अपने आप को पवित्र आत्मा से भरना। ഹല്ലേലൂയ. ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രലോഭനത്തിൽ അകത്തോട്ട് കയറാൻ സ്പേസ് കിട്ടത്തില്ല. और आत्मा से अगर भर जाएंगे तो किसी भी लालसा और ऐसा कोई भी लोभ अंदर प्रवेश करने के लिए जगह नहीं बचेगी। ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചകർ പ്രാർത്ഥന, കർത്താവേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. और इन दिनों में इसी चीज के लिए हमें प्रार्थना करना है, इच्छा रखना है कि हे परमेश्वर तेरी पवित्र आत्मा से मुझे भर देना। പിശാചിന്റെ പ്രലോഭനങ്ങൾ എന്റെ നേരെ വരുമ്പോൾ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഫുള്ളായിട്ട് നിറച്ചു വെക്കണം. शैतान का लोभ और उसका लालसा जब मेरी ओर आता है तो वो मेरे अंदर प्रवेश ना करे, ऐसे हद तक पवित्र आत्मा से मुझे परिपूर्ण रीति से भर देना। ഹല്ലേലൂയ. ആത്മനിറവുള്ള ഒരു വ്യക്തിയെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. और आत्मा से भरा हुआ एक व्यक्ति को शैतान छू भी नहीं सकता। ആത്മനിറവുള്ള ഒരു സഭയുടെ നേരെ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. और आत्मा से भरा हुआ एक कलीसिया के खिलाफ शैतान कुछ नहीं कर सकता। നമ്മുടെ സഭകളൊക്കെയും ആത്മാവിനാൽ നിറയട്ടെ. इसलिए हमारी कलीसियाओं में आत्मा भरे, നമ്മുടെ ജനങ്ങളൊക്കെയും ആത്മാവിൽ നിറയട്ടെ. हमारे लोग आत्मा में भरे, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറയണം. हमारे बच्चे भी आत्मा में भरे। അവർ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ആത്മനിറവുള്ളവരായി. इसमें थोड़ा मार्क कम हो कोई बात नहीं, लेकिन पवित्र आत्मा से भरना चाहिए। അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ കൊച്ചിന് റാങ്ക് കൊടുക്കണമെന്നല്ല. और माता और पिता इसलिए प्रार्थना करे कि मेरे बच्चे में आत्मा की भरपूरी हो, बाकी इसके लिए नहीं कि उन्हें अव्वल दर्जा मिले। ആത്മനിറവുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചു. और आत्मा की भरपूरी है तो अपने आप उन्हें परीक्षा में मार्क मिलेगी। ഹല്ലേലൂയ. हालेलुया। അതിലൊരു കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നല്ല ആത്മീയരായ പിള്ളേർ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. उसके लिए कोई कमी नहीं है, जैसा हम सोचते हैं वैसा नहीं है। अच्छा आत्मिक जो निर्वाण जो बच्चे होते हैं उसका अंक अपने आप को अच्छे से सीखते हैं। പിന്നെ നിങ്ങൾ കുറേ നടന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. और उसके बाद आपको पीछे होकर सिखाने की कोई जरूरत नहीं है, അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് പഠിച്ചോളൂ. क्योंकि वो आत्मा के अंगीकार में चलते हैं तो अपने आप को सीखेंगे। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ളവരാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. इसलिए हमारे बच्चे आत्मा से परिपूर्ण होने के लिए, भरने के लिए हमें प्रार्थना ഈ करना ദിവസങ്ങളിൽ चाहिए। അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. इन दिनों में इसी चीज के लिए हमें ज्यादा प्रार्थना करना चाहिए। നമ്മൾ ആത്മാവിനാൽ നിറയണം. हमें आत्मा में भरना है, നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിനാൽ നിറയണം. हमारे बच्चे आत्मा में भरना है। പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് വിദൂരത്തിലാണ്. कई बार हमारे बच्चे हमसे कई दूर हैं അവരുടെ ലോകം വളരെ മോശപ്പെട്ട ലോകമാണ്. और उनका जो जमाना और जो संसार में वो है बहुत ही गंदा है। അവരുടെ ഈ മക്കള് ഇന്ത്യയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ പഠിക്കുന്നവരാണ്. यहाँ पर कई लोगों के बच्चे हैं जो विलायत में और भारत में सीखते हैं। അവർ നിങ്ങളുടെ കൂടെ അല്ല താമസിക്കുന്നത്. आप आपके साथ नहीं रहते അവരുടെ ചുറ്റുപാടുമുള്ള അവരുടെ കൂട്ടുകെട്ടുകളെല്ലാം വക്രത നിറഞ്ഞ ഒരു ലോകമാണ്. और उनकी परिस्थिति और जिस मित्रता में जिस लोगों के बीच में वो है वो टेढ़े और हटीले लोगों के बीच में है। അവിടെ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അവിടെ അവർക്ക് കർത്താവിനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആത്മനിറവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. और वहां पर उन्हें परमेश्वर का अंगीकार होकर परमेश्वर की आज्ञाओं का पालन अगर करना है तो आत्मा की भरपूरी से ही हो सकता है। അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. और इसीलिए हमारी प्रार्थना होना चाहिए। തലമുറകളെ കുറിച്ചുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. हमारी नस्लों के प्रति, पीढ़ियों के प्रति एक जिम्मेदारी हमारे ऊपर है। ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്താ പ്രയോജനം? നിങ്ങൾ ആലോചിച്ച് നോക്കി. जो कुछ भी हम उनके लिए बटोरे, क्या कुछ भी हम उनके लिए बनाए, लेकिन हमारे बच्चे अगर नष्ट हो जाते हैं तो क्या उपयोग? നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ പിള്ളേരെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ആരെ നിയന്ത്രിക്കും? तुम जब साथ होते हो तो थोड़ा बहुत तो आप उनके ऊपर नियंत्रण रख सकते हैं, लेकिन जब ये आपसे दूर जाते हैं तो कौन इनका नियंत्रण करेगा?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വലിയ ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥന നമുക്കുണ്ടാകും. इसलिए मैंने कहा बच्चों के प्रति एक बोझ हमारे अंदर होना चाहिए, उनकी आत्मिक बढ़ोतरी के लिए और उनकी आत्मिक एक बढ़ने के लिए हम उनके लिए प्रार्थना करना चाहिए। ഹല്ലേലൂയ. हालेलुया। ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി വലിയൊരു അഭിവാഞ്ചന, ആത്മനിറവിന് വേണ്ടിയുള്ള അഭിവാഞ്ചന. इन दिनों में आत्मिक भरपूरी के लिए एक बहुत इच्छा, ആത്മാവാണ് നമ്മളെ ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നടത്തുന്നത്. और ये पवित्र आत्मा हमें उस आत्मिक परिपक्वता की ओर ले चलता है। ഹല്ലേലൂയ. हालेलुया। പിതാവായ ദൈവം സൃഷ്ടാവായ ദൈവമാണ്. पिता परमेश्वर, सबका सृजनहारा सृष्टिकर्ता परमेश्वर है, സൃഷ്ടി ചെയ്തവൻ. और हमें सृष्टि करने वाला परमेश्वर है। നമ്മളെല്ലാം സൃഷ്ടാവെന്ന നിലയിൽ അവൻ അറിയുന്നു. हम सभी उसको सृष्टिकर्ता के तौर पर जानते हैं, എന്നാൽ സൃഷ്ടാവിനെ ഇട്ടേച്ചു പോയി. लेकिन जो सृष्टि है वो अपने सृष्टिकर्ता को छोड़कर जाता है। പക്ഷേ സൃഷ്ടാവ് ഇട്ടേച്ചു പോയില്ല. लेकिन सृष्टिकर्ता छोड़कर नहीं गया, പിന്നെ പുറകെ വന്ന് വിളിക്കുക. वो फिर पीछे आकर हमें बुलाता है, അതാണ് കാൽവരി ക്രൂശ്. और वही कालवरी का सलीब है। ഏദൻ തോട്ടത്തിൽ കർത്താവ് ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചു. एदन की वाटिका में आदम और हव्वा को बनाया, പക്ഷെ ആദാമും ഹവ്വയും സൃഷ്ടാവിനെ ഇട്ടേച്ചു പോയി. लेकिन आदम और हव्वा ने सृष्टिकर्ता को छोड़कर भागे। സൃഷ്ടാവിനെ ഇട്ടേച്ചു പോയ നമ്മളെ सृष्टाव तेरी वंदना कालवरी। और ऐसे हमारे सृष्टिकर्ता को जिसने त्याग दिया, ऐसे लोगों की खोज में हमारा सृष्टिकर्ता कालवरी पर हमारी खोज करते हुए आया। അങ്ങനെ അവൻ സൃഷ്ടാവ് മാത്രമല്ല വീണ്ടെടുപ്പുകാരനുമായി। तो वैसे केवल हमारा सृष्टिकर्ता ही नहीं, लेकिन हमारा उद्धारकर्ता भी बना। വീണ്ടെടുപ്പിന് വേണ്ടി അവൻ പുത്രനെ അയച്ചു। और उद्धार के लिए अपने पुत्र को भेजा। വീണ്ടെടുത്തതിന് പിറ്റേ ദിവസം സ്വർഗ്ഗത്തിലോട്ട് കൊണ്ടുപോയില്ല। लेकिन उद्धार किया उसकी दूसरे ही दिन स्वर्ग नहीं ले गया। നമ്മൾ ഇപ്പോഴും ഭൂമിയിലുണ്ട്, हम अब भी संसार में हैं, നമ്മൾ സ്വർഗ്ഗത്തിലോട്ട് പോവുക। अब हम स्वर्ग की ओर जा रहे हैं। ഈ പോകുന്ന പോക്കിൽ നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം അയച്ചതാണ് പരിശുദ്ധാത്മാവിനെ। और हमारी इस जाने की जो सफर है, इसमें हमें पवित्र करने के लिए पवित्र आत्मा को हमें दिया है। അതുകൊണ്ട് ആ ആത്മാവിനാലുള്ള നിറവ് ആണ് വിശുദ്ധീകരണത്തിനുള്ള മാർഗം। और इसीलिए इस आत्मा से भरपूरी यही पवित्रता की ओर एक मार्ग है। ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകലിൽ യഥാർത്ഥ ആത്മീയ മെച്യൂരിറ്റിയിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് അനിവാര്യമാണ്। और अब इस समय में एक सही मायने में आत्मिक बढ़ोतरी और परिपक्वता हमारे लिए जरूरी है। അതിനുവേണ്ടി വലിയ ഒരു ആത്മാ നിറവ് നമുക്ക് ആവശ്യം। और उसके लिए एक आत्मिक भरपूरी जरूरी है। ആത്മനിറവുള്ളവന് മാത്രമേ വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ। और जो आत्मा में भरता है केवल वो ही पवित्र जीवन जी सकता है। ഹല്ലേലൂയ. हालेलुया। പിശാച് പറയും നിനക്ക് ഒരിക്കലും വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുകയില്ല। शैतान कहेगा तू कभी भी पवित्र जीवन नहीं जी सकता। അത് ശരിയല്ല, वो सही नहीं है। അങ്ങനെ പറ്റത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളോട് അങ്ങനെ ജീവിതം അങ്ങനെ പറയാൻ ആവശ്യപ്പെട്ടില്ല। और ऐसा अगर नहीं हो सकता तो कभी भी परमेश्वर हमसे एक ऐसा मांग नहीं रखता। ഫറവോൻ ഒരിക്കൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇഷ്ടികർ എണ്ണം കുറയ്ക്കത്തില്ല, പക്ഷെ വൈക്കോലുണ്ട് തരുന്നു। और फरौन ने एक बार इस्राएल के लोगों से कहा कि जो वहाँ पर ईंट बनाते हैं वो कम नहीं होगा, लेकिन उसके लिए जो जरूरत है वो उन्हें नहीं दिया जाएगा। അതായത് അവന്റെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഫറവോൻ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നു, പക്ഷേ അതിനാവശ്യമായ റിസോഴ്സ് കൊടുക്കുന്നില്ല। इसका मतलब है फरौन वहाँ पर कुछ मांग रखता है, लेकिन उस मांग को पूरी करने की कोई भी स्रोत उन्हें नहीं देता। പക്ഷെ ദൈവം ഫറവോനല്ല, लेकिन परमेश्वर फरौन नहीं है। ദൈവമാണ്। परमेश्वर है। അവൻ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനാവശ്യമായ റിസോഴ്സ് അവൻ തരും। इसका मतलब है कि अगर वो हमसे कुछ मांग करेगा तो उसको पूरा करने का स्रोत भी वो हमें देगा। ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ। परमेश्वर ने कहा जैसे मैं पवित्र हूँ तुम भी अपने आप को पवित्र रखो। അത് കൽപ്പനയാണ്, वो एक नियम है। അതൊരു പിടികിട്ട അല്ലെങ്കിൽ കിട്ടാക്കനിയായിരുന്നെങ്കിൽ ഒരിക്കലും അവനെ ആവശ്യപ്പെടത്തില്ല, ദൈവം അങ്ങനെ ചെയ്യുന്നില്ല। वो अगर कभी हम नहीं कर सकते तो कभी भी परमेश्वर ऐसा नहीं कहता। അതുകൊണ്ടാണ് കർത്താവ് നിന്നെ കൊണ്ട് അവനെ പിടിക്കാൻ പറ്റില്ല, എന്റെ സ്റ്റാൻഡേർഡ് ഇച്ചിരി ഹൈയാ। इसलिए परमेश्वर ने कहा कि तुम स्वयं उसको नहीं पकड़ सकते, क्योंकि मेरी जो गुणवत्ता है वो थोड़ा ऊपर है। എന്നാൽ കുഴപ്പമില്ല, लेकिन कोई बात नहीं, പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്। मैंने पवित्र आत्मा को भेजा है അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും। और वो तुम्हें सारी सच्चाई की ओर तुम्हारी अगुवाई करेगा। അവന്റെ സ്ട്രെങ്ത് നിന്നെ ശക്തീകരിക്കും। वो तुम्हें सामर्थ देगा, तुम्हें ताकत देगा। കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം ചെയ്യുന്നത്। और वास्तविकता में वो शांतिदाता का मतलब है कि वो तुम्हें बलवंत करने वाला है।
ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ഈ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ റെയിൽവേ മേൽപ്പാലമില്ല, ഈ ഓവർ ബ്രിഡ്ജ് ഇല്ലാത്ത പല സ്റ്റേഷൻസും. हम लोग कई बार इंडिया में जो रेल की पटरियां होती है, कई ऐसी जगह है जहाँ पर ओवरब्रिज नहीं होता അവിടെ ട്രെയിനൊക്കെ വല്ലപ്പോഴേ വരത്തുള്ളൂ. और वहाँ पर कई बार मतलब बहुत कम वहाँ पर रेलगाड़ी चलती है। വലിയ സ്റ്റേഷനിലൊക്കെ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ചില സ്റ്റേഷനിൽ ഓവർ ബ്രിഡ്ജ് ഇല്ല. बड़े बड़े स्टेशनों में जो होता है ओवरब्रिज होता है इस स्टेशन से उस स्टेशन जाने के लिए, लेकिन छोटी छोटी स्टेशनों में नहीं होती। അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ ഈ ഇറങ്ങി ഇങ്ങനെ കയറും. तो ऐसे समय पे एक प्लेटफॉर्म, സ്റ്റേഷനൊന്നുമില്ല. क्योंकि हमेशा ट्रेन आने वाला कोई स्टेशन नहीं है। പക്ഷേ ഈ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ലെവൽ. लेकिन ट्रेन प्लेटफॉर्म की समस्या ये है कि उसकी एक ऊंचाई होती है। ഞാനാണ് 5.5 അടി. मैं तो 5.5 का हूँ। അപ്പൊ എന്റെ പ്രശ്നം ഞാൻ അവിടെ ചെന്ന് കാല് പൊക്കി വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് കാലെത്തില്ല. तो मैं वहां जाकर अपने पाँव जब ऊपर करता हूँ तो ऊपर तक नहीं पहुंचता। അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും ഈ റെയിൽവേക്ക് ഒന്ന് താത്തോളം വേണ്ട. तो मैं हमेशा पूछता हूँ कि ये प्लेटफॉर्म थोड़ा उन्होंने नीचे क्यों नहीं रखा। ഒരു കാര്യം മനസ്സിലാക്കണം, റെയിൽവേ പ്ലാറ്റ്ഫോം പണിത് എന്റെ നീളം നോക്കിയിട്ടല്ല, ട്രെയിനിന്റെ വാതിൽ നോക്കിയിട്ടാണ്. लेकिन एक बात स्मरण करना, रेलवे की जो प्लेटफॉर्म बनाते हैं वो मेरी कद की ऊंचाई के ऊपर नहीं, लेकिन ट्रेन की ऊंचाई के अनुसार होता है। അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. उसकी अपनी एक गुणवत्ता होती ആ है സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റത്തില്ല. और वो कभी कम नहीं कर सकते। ഇതുപോലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ऐसे ही परमेश्वर का भी मार्ग उसकी गुण है, ദൈവത്തിന് കുറയ്ക്കാൻ പറ്റത്തില്ല. वो उसे रोक नहीं सकता। നമ്മൾ പറയുന്നത് കർത്താവ് എനിക്ക് അത്രയും ഒന്നും അനുസരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി കൺസെഷൻ തരണം എന്നാണ്. हम कहते हैं कि हे परमेश्वर उतना मैं आपका अंगीकार नहीं कर सकता, आज्ञाओं का पालन नहीं कर सकता, थोड़ी बहुत मुझे कंसेशन देना। ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം സെയിലിൽ സാധനങ്ങൾ വിൽക്കുന്നവനല്ല. एक बात समझना है कि परमेश्वर सेल में कुछ नहीं बेचता। നമ്മൾ റിഡക്ഷൻ സെയിൽ നോക്കിയിരിക്കുക. हम लोग सेल और डिस्काउंट के लिए हम देखते हैं, കർത്താവ് ഇതിന്റെ കൽപ്പനയിൽ ഒരു ഡിസ്കൗണ്ട് തരണം പറയുന്നത്. लेकिन परमेश्वर तेरे नियमों में थोड़ा डिस्काउंट हमें देना। കർത്താവ് ഡിസ്കൗണ്ടിൽ വിൽക്കുന്നവനല്ല. लेकिन वो डिस्काउंट में नहीं बेचता, നമ്മൾ എന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റത്തില്ല. क्योंकि अपने स्टैंडर्ड वो कभी कम नहीं करता। അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറുന്നത്. फिर क्यों मैं वहां पर चढ़ूं। അന്നേരമാണ് പ്ലാറ്റ്ഫോമിൽ നല്ല ശക്തിയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാരമില്ല മോനെ നിന്റെ കൈ കൊണ്ടോ. तब वहां पर एक खट्टा व्यक्ति आता है, कहता है कि घबराओ नहीं, आपका हाथ मुझे दे दो। ഞാൻ അവന്റെ കൈയോട് കൈ പിടിച്ചു കൊടുത്തു. और मैंने अपने हाथ उसके हाथ में दे दिया। അവനെ വലിച്ചു പൊക്കി ഇന്ന് കഴിച്ചു. वो उठाकर मुझे चढ़ा देता है। ഇതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ऐसे ही पवित्र आत्मा भी करता है। എനിക്ക് കയറാൻ വയ്യാത്ത ഒരു ഹൈറ്റ്, ആ ദൈവത്തിന്റെ ഹൈറ്റ്. और परमेश्वर की जो ऊंचाई है मैं चढ़ नहीं सकता, ऐसा ऊंचा है। ദൈവത്തിന്റെ ഹോളിനെസ് എന്ന് പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ വയ്യാത്ത ഹോളിനെസ്. और परमेश्वर की पवित्रता के बारे में कहे तो मैं सोच भी नहीं सकता। എനിക്ക് നടക്കാൻ വയ്യാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുക, കയറാൻ വയ്യാതെ. और मैं चल नहीं सकता, चढ़ नहीं सकता और बहुत दुखी हूँ। എനിക്ക് സ്നേഹമുണ്ട്, मुझमें प्रेम है, എനിക്ക് ചെയ്യണം, मुझे करना है, എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം, मुझे परमेश्वर की नियमों का पालन करना है, എന്നാൽ എനിക്ക് അതിനുള്ള ശക്തിയില്ല. लेकिन मुझमें उसकी ताकत नहीं। പക്ഷേ യേശു പറഞ്ഞു, ഞാനൊരാളെ അയച്ചിട്ടുണ്ട്, लेकिन यीशु मसीह ने कहा मैंने एक व्यक्ति को भेजा है, നിന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. वो तुझे बलवंत करने वाला पवित्र आत्मा। ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്റെ കൈ അത് കൊടുക്കണം. एक ही काम करना, अपने हाथ उसके हाथ में देना। അല്ലാതെ ഇങ്ങനെ ഞാൻ നിന്നാ ഉടനെ പറന്നു കയറത്തില്ല. ऐसा हाथ पीछे रखकर करेंगे तो वो उड़कर नहीं आएगा। പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ എന്റെ കൈകൾ കൊടുത്താൽ അവൻ എന്നെ ദൈവത്തിന്റെ ലെവലിലേക്ക്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് അവൻ എന്നെ ഉയർത്തി നിർത്തുന്നവനാണ്. लेकिन परमेश्वर की उस पवित्र आत्मा की हाथों में अपने हाथों को अगर मैं दूं तो परमेश्वर की ऊंचाई तक, परमेश्वर की उस स्टैंडर्ड तक, परमेश्वर मुझे जहां रखना चाहता है उस ऊंचाई तक इस पवित्र आत्मा। യേശുവിനെ കാണത്തുള്ളൂ. और पत्रोस क्योंकि ये कहता है कि तू मुझे देखेगी, तू अगर हमें देखेगा तो हमें नहीं बल्कि हमारे में यीशु मसीह को देखेगा। നമ്മളെ നോക്കിയാൽ നമ്മളെ കാണില്ല, हमें जब कोई देखे तो वो हमें नहीं देखना चाहिए, നമ്മളെ നോക്കിയാൽ യേശുവിനെ കാണണം. हमें जो देखे यीशु को देखना चाहिए। പലപ്പോഴും ആളുകൾ കർത്താവിലേക്ക് വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? कई बार लोग मसीह में क्यों नहीं आते, इसका कारण मालूम है क्या? നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ പോലും നമ്മളെ പ്രൊജക്ട് ചെയ്യും. हम जब सुसमाचार सुनाने भी जाते हैं तब भी हम अपने आप को उभार कर बताते हैं। നമ്മൾ പറഞ്ഞിരിക്കണം. हमें छिपे रहना चाहिए। അവിടെ മീൻ പിടിക്കാൻ ഒരുത്തം പോയിട്ട് അവിടെ ചോരെ ചൂണ്ടില്ല. एक जगह पर एक व्यक्ति मछली पकड़ने के लिए सवेरे से शाम तक कैरी फेंक कर बैठा, അവൻ മീൻ കിട്ടിയില്ല. उसे कोई मछली नहीं मिला। വേറൊരുത്തം വന്ന് ചുമ്മാ കുറച്ചു നേരം ഇരിക്കുന്ന കണ്ടു, കുറച്ച് പൂണി കുറച്ച് മീനെ കണ്ടു. और दूसरा व्यक्ति आकर यूं ही वहां बैठा हुआ देगा और उसने कटोरा भरकर मछली ले गया। ഉടനെ ഈ രണ്ടാമത്തെ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്രയും മീൻ കിട്ടി? ഞാൻ രാവിലെ തൊട്ട്
ചോദിക്കും तो ये पहले व्यक्ति ने पूछा आपको इतना मछली कैसे मिला, मैं तो सवेरे से यहाँ बैठा हूँ। അവിടെ മറ്റോ പറഞ്ഞു മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്ക് तो उसने कहा मछली पकड़ने के लिए एक तकनीक है മീൻ നിന്നെ കാണില്ല कि मछली को तुझे नहीं दिखना चाहिए, എന്നാലേ നീ കൊത്തു तो ही मछली आपकी हुक को पकड़ेगा। നമ്മളെ ചൂണ്ടയിലൊക്കെ ആരും കൊത്താത്തത് നമ്മളൊക്കെ കാണിക്കും और हमें हमारे पास कोई आधा इसलिए नहीं है क्योंकि हम अपने आप को दिखाते हैं। അതുകൊണ്ട് എന്താ മീൻ കൊത്തത്തില്ല तो क्या होता है, ये मछली आपके उस हुक में नहीं पकड़ेगा। എന്നാൽ മറഞ്ഞിരുന്നുകൊണ്ട് യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക लेकिन छिपकर यीशु मसीह को तो दिखा ആളുകൾ ചാടി വീഴുന്നതാണ് और लोग उभर कर आएंगे, आप देखेंगे। ഹല്ലേലൂയ हालेलुया। നമ്മളെ തന്നെ മറഞ്ഞിരുന്നുകൊണ്ട് हम अपने आप को छिपाकर മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ അറിയിക്കാൻ കഴിയും दूसरों के सामने मसीह को बताना ये मुमकिन होना चाहिए। ഞാൻ ഒരിക്കൽ സെലിബ്രൽ സിംഗേഴ്സ് അമേരിക്കയിലുള്ള ഒരു സിംഗിങ് ഗ്രൂപ്പ് ഇന്ത്യ വന്നപ്പോൾ അവരുടെ കൂടെ ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തത് ഒരു 1976 1976 में अमेरिका से गीत गाने का एक ट्रूप आया था, उनके साथ जब मैं कुछ सफर किया അപ്പോൾ അവരെ കൊണ്ടുവന്ന ആളുകൾ IPC പെന്തിക്കോസ്തുകാരെ കൊണ്ടുവന്നു കുമ്പനാട് और कुंभनाट में IPC जो पेंटिकोस्ट कलीसिया है उन लोगों ने उन्हें लाया था। അപ്പം അവിടുത്തെ സീനിയർ പാസ്റ്റേഴ്സൊക്കെ സാഹചര്യങ്ങളോട് നടക്കണം ഒന്ന് അവരോട് ബിക്കോസ് സംസാരിക്കാൻ ലാംഗ്വേജ് എല്ലാവരും അവരോടൊന്ന് മിങ്കിൾ ചെയ്യാൻ അവരെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആസ് എ ഗൈഡ് അവരോട് പറഞ്ഞു तो वहाँ का सीनियर पास्टर ने मुझसे कहा कि आप उनके साथ जाना क्योंकि भाषा का भी बात थी वहाँ पर, उनको सब जगह मिलाना, एक मार्गदर्शन के तौर पर आप इनके साथ चलना। അപ്പോൾ അതിൻ്റെ ലീഡറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു तो उनका जो एक नेता था मुझे वो बहुत अच्छा लगा। ജോൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര് उनका नाम जॉन था। അദ്ദേഹം സ്റ്റേജിൽ കയറി ഒരു ദിവസം പറഞ്ഞു ഒരു കാര്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചു वो स्टेज में चढ़कर एक बात जो विषय जो उन्होंने कही वो मुझके ऊपर बहुत प्रेरणा दिया। കുറച്ച് മലയാളീകരിച്ച് ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ ബനാന നമ്മുടെ പഴം അതൊരാൾ തിന്നുമ്പോൾ ആരും അതിൻ്റെ തൊലി എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ബനാന എറിഞ്ഞു കളയത്തില്ല, പ്രത്യേകത ആ തൊലി എറിഞ്ഞു കളഞ്ഞിച്ച് ബനാന എടുക്കത്തുള്ളൂ। उसने कहा कि अगर कोई केला खाता है तो केले का छिलका वो खाकर केला नहीं फेंकता बल्कि केले को खाकर छिलके को फेंक देता है। ഞങ്ങൾ യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ബനാന സ്കിൻ മാത്രമാണ്। हम यीशु मसीह को हम छिलके की तरह हमने पाया है। നിങ്ങൾ ഞങ്ങളെ പൊളിച്ച് എറിഞ്ഞു കളഞ്ഞേച്ച് ഇതിനകത്തുള്ള യേശുവിനെ എടുക്കാൻ हमें छील कर फेंक दो और हमारे अंदर की यीशु मसीह को देखो। ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു വാക്ക്। और ये वचन मुझे बहुत प्रेरणा दिया। 40 വർഷം 40 साल हुआ 39 years और लगभग 49 साल हुआ, ഇപ്പോഴും അത് മറന്നിട്ടില്ല। अभी भी मैं वो वचन नहीं भूला। ചില ആളുകൾ പറയുന്ന കാര്യവും നമ്മൾ മറക്കത്തില്ല। और कुछ लोग जब कुछ कहते हैं तो हम नहीं भूलते, ഇത് ആത്മാവിൽ പറയുന്നത് क्योंकि आत्मा में पवित्र आत्मा में बोलते हैं ബുദ്ധി പറയുന്നതൊക്കെ മറന്നു പോകും, और दिमाग से जो भी बोलते हैं भूल जाएंगे, പക്ഷെ ആത്മാവിൽ പറയുന്നത് മറക്കാൻ പറ്റില്ല। लेकिन पवित्र आत्मा में जो बोलते हैं वो नहीं भूलेंगे। ഹല്ലേലൂയ। हालेलुया। നമ്മൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാതെ യേശുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് हम कभी भी अपने आप को लोगों के सामने न लाते हुए परमेश्वर को या यीशु मसीह को उभार कर बताना चाहिए। അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് യേശുവിനെ കൊടുക്കണം। एक व्यक्ति के साथ जब हम बात करते हैं तो उसे यीशु मसीह को देना, നമ്മളെല്ലാം കൊടുക്കേണ്ട യേശുവിനെ കൊടുക്കണം। हमें नहीं देना बल्कि यीशु मसीह को देना। നമുക്കത് പറയാനുള്ള തന്റെ ഉണ്ടായിരുന്നു, എന്നെ നോക്ക്, എന്റെ उള്ളിൽ യേശുവുണ്ട്। और ये कहने का हिम्मत होना चाहिए मेरी ओर देख, मेरी अंदर यीशु है, ആ യേശുവിനെ നീ സ്വീകരിക്കും। और उस यीशु को तू स्वीकार कर। ഹല്ലേലൂയ। हालेलुया। ഇന്നും നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിൽ യേശുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന, യേശുവിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ലൈഫായിരിക്കും। आज भी हमारे जीवन में यीशु मसीह और केवल यीशु मसीह को ही उभार कर दिखाने वाला एक जीवन होना चाहिए। ഹല്ലേലൂയ। हालेलुया। ഇവിടെ നമ്മൾ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നുള്ള ഒരു തീമാണ് നമ്മളുടെ और यहाँ पर आत्मिक परिपक्वता के बारे में वही हमारी थीम है, वो विषय है। അത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല। और परिपक्वता जो है एक दिन में नहीं होता, മെച്യൂരിറ്റി ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു നടത്തമാണ്। और परिपक्वता जो है वो एक प्रक्रिया है। ഞാനൊരിക്കൽ കൊല്ലത്ത് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊരു ക്ലാസ്, मैं कोल्लम में एक बार वो दास के बारे में एक मैंने क्लास लिया, 4 ദിവസത്തെ ക്ലാസ്സാണ്। 4 दिन का क्लास था। 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദ്യം ചോദിച്ചു। और 4 दिन के बाद वहाँ के पासवान ने मुझसे एक सवाल किया। സാജു, എനിക്കറിയാം ഈ സാജു പറഞ്ഞതെല്ലാം ബിബ്ലിക്കലി കറക്റ്റാണ്, मैं जानता हूँ कि आपने जो कुछ भी कहा वो बाइबल के हिसाब से सब सही है, ബട്ട് ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? लेकिन क्या ये प्रायोगिक है? वो
35 വർഷം കർത്താവിന്റെ സേവ ചെയ്ത മനുഷ്യനാണ്. और 35 साल प्रभु की सेवकाई करता हुआ ये व्यक्ति है। ഞാൻ അദ്ദേഹത്തെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം അദ്ദേഹം ആത്മാർത്ഥതയുള്ളവരുടെ ആ ചോദ്യം ചോദിച്ചത്. और मैं उन्हें बधाई देता हूँ क्योंकि उनके में सच्चाई है, इसलिए उन्होंने ये सवाल किया। അന്ന് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പയ്യനും ശരിക്കും പറഞ്ഞു. और तब मैं उनके सामने एक छोटा लड़का हूँ सही में। അദ്ദേഹം ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ താഴ്മയുടെ കാര്യം കൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. और वो सवाल उन्होंने मुझसे किया ये क्योंकि उसमें वो नम्रता थी, इसीलिए ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് പ്രായോഗികമാണ് എന്നുള്ളത് ആണല്ലോ നമ്മൾ സംശയം. और मैंने पास्टर साहब से कहा ये प्रायोगिक है या नहीं, इस विषय में हमें शक है ना। അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന നമുക്കറിയാം, അതാണ് ഐഡിയൽ സ്റ്റേജ്. और ये इसका कारण हम जानते हैं कि परमेश्वर का वचन ये हमें सिखाता है और ये सही है, ये हम जानते പക്ഷെ हैं, നമ്മൾ ഒത്തിരി ദൂരെയായി. लेकिन हम काफी दूर हैं। എന്നോട് ഇവിടുന്ന് ഈ പായലോട് ചാടാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും मैं मुझे अगर कोई कहे यहाँ से इस चटाई पर कूदे तो मैं कहूँगा कोशिश करूंगा, പക്ഷെ ഇവിടുന്ന് വാതിലേക്കോട്ട് ചാടി തൊടാമെന്ന് ചോദിച്ചാൽ ഞാൻ ട്രൈ ചെയ്യത്തില്ല. लेकिन यहाँ से अगर उस दरवाजे की ओर कूदने को मुझसे कहे तो मैं बोलूँगा मैं तो कोशिश भी नहीं करूंगा, ബിക്കോസ് എനിക്കറിയാം ഞാൻ ഒത്തിരി ദൂരെയായി. क्योंकि मैं जानता हूँ मैं काफी दूर हूँ। ഇതാ ഇന്നത്തെ വലിയൊരു പ്രശ്നം. और ये आज की सबसे बड़ी समस्या है। നമ്മളൊക്കെ പിശാച് നമ്മളോട് പറയും ആത്മീയ പക്വത എന്ന് പറയുന്നത് നിനക്കൊന്നും പറ്റത്തില്ല, നീ എവിടെ കിടക്കുന്നത് വേദപുസ്തകം പറയുന്നത് എവിടെയാണ്, അത് വളരെ വിദൂരത്തിലാണ്. क्योंकि शैतान भी हमसे यही कहता है कि तू कहाँ है और परिपक्वता कहाँ है, परिपक्वता तो तुझसे काफी लंबा है, ഓ അത്രയൊന്നും പോകാനൊന്നും പറ്റത്തില്ല. वो उतना तो तू नहीं जा सकता, അതുകൊണ്ട് വല്ല കിടയും तो इसलिए कैसे तो भी എങ്ങനെങ്കിലും പോകണം. कैसे तो भी आगे चलना है। പ്രിയമുള്ളവരെ, ചാടാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് അത്ര വരെ നടക്കാൻ പറ്റും. प्रिय लोगों, उतना हम कूद नहीं सकते लेकिन वहां तक हम चलकर जरूर जा सकते हैं। ഹല്ലേലൂയ. हालेलुया। ചാടാൻ പറ്റത്തില്ല അതുകൊണ്ട് പരിശ്രമിക്കേണ്ട എന്ന് പറയുന്നത് പിശാചാ. और हम कूद नहीं सकते इसलिए परिश्रम नहीं करना, ये शैतान हमसे कहता है, പക്ഷെ നമുക്ക് നടക്കാൻ പറ്റും. लेकिन हम वहां तक उस दूरी तक चल सकते हैं। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെ ഒരു ആത്മീക പക്വതയിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. सबसे पहले हमें ये समझना है कि परमेश्वर हमें आत्मिक परिपक्वता की ओर ले चलना चाहता है। ഒരു ദിവസം കൊണ്ട് അവിടെ ചിലപ്പോൾ ചിന്തിക്കുന്നതിരിക്കും. हो सकता है एक दिन में आप वहां नहीं पहुंचे। ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ അന്ന് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു റിട്ടയർഡ് പ്രൊഫസർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ ഒത്തിരി ദുഃഖിതനാണ്. मैं कॉलेज में जब पढ़ता था वहाँ का एक रिटायर्ड प्रोफेसर जो काफी आदरणीय था, उसने मुझसे कहा कि मैं बहुत दुखी हूँ। ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ കൊച്ചു. मैंने पूछा क्या हुआ। അന്ന് ഞാൻ അപ്പച്ചാൻ വിളിക്കുന്നത് ഇപ്പോഴും ജീവിച്ചിട്ടുള്ള പ്രായമുള്ള तो काफी उम्र में बहुत बुजुर्ग है इसलिए मैं उन्हें अपचा बुलाता था। അന്ന് അദ്ദേഹം അത്രയും പ്രായമില്ല, ഞാൻ പറയുന്നത് ഏകദേശം 35 വർഷം മുമ്പത്തെ കാര്യം. और लगभग 35 साल के पहले की बात मैं बता रहा हूँ। അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിനെ പോലെ ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാം എന്നെ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. तो उन्होंने कहा कि मैं यीशु के जैसा नहीं बना, जब कभी भी मैं इस विषय को सोचता हूँ तो मैं दुखी होता हूँ। ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അത്ര വലിയ ദുഃഖമൊന്നുമില്ലെന്ന്. तो मैंने कहा मुझे इतना दुख नहीं है। അദ്ദേഹം ചോദിച്ചു അതെന്താ മോനെ യേശുവിനെ പോലെ ആണോ എന്നുള്ളതല്ലേ ദൈവത്തിന്റെ ഇഷ്ടം. तो इसने पूछा अरे बेटा ऐसा क्यों है, क्या यीशु के जैसे होना तेरी इच्छा नहीं है। ഞാൻ പറഞ്ഞു അതെ. मैंने बोला हाँ वैसा ही है। എന്നോട് ചോദിച്ചു എന്നിട്ട് മോനെ യേശുവിനെ പോലെ ആയോ. तो उसने मुझसे पूछा क्या आप फिर यीशु के जैसा बने क्या। ഞാൻ പറഞ്ഞില്ല. मैंने बोला नहीं। അപ്പൊ പിന്നെ എന്താ ദുഃഖിക്കാത്തത്. तो उन्होंने पूछा कि फिर दुख क्यों नहीं है। അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചാ 10 നിലയുള്ള ഒരു കെട്ടിടം കയറാൻ ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും. मैंने कहा कि 10 मंजिले वाले एक इमारत में चढ़ने के लिए हो सकता है 10 मिनट के लिए, അതിന് ഏറ്റവും കാലമല്ല. क्योंकि उस जमाने में लिफ्ट वगैरह नहीं था। അതുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മോളിൽ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കാര്യം തോന്നി. और इसलिए 2 मिनट में मैं ऊपर नहीं पहुंचा ये कहते हुए मैं नहीं रहूंगा। പക്ഷെ ഞാൻ നോക്കും 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത്രയും കയറി. लेकिन मैं ये जरूर देखूंगा कि 2 मिनट में मैंने कितनी ऊंचाई पार की है। 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നാമത്തെ നില തന്നെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്. लेकिन 2 मिनट के बावजूद भी मैं पहले मंजिले में ही हूँ तो फिर मैं सोचूंगा कि कुछ हुआ है। 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. और 2 मिनट के बाद अगर मैं उस बिल्डिंग के ऊपर जाने की जगह पे बेसमेंट में चला जाता हूँ तो फिर तो बहुत ही प्रॉब्लम है। എന്നാൽ ഞാൻ നോക്കുന്നത് ഞാൻ കയറിക്കൊണ്ടിരിക്കുക. लेकिन मैं देखता हूँ कि मैं चढ़ रहा हूँ, ഞാൻ കയറും. मैं चढ़ूंगा ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലും. और एक दिन मैं वहां पहुंचूंगा। അവിടെ ചെല്ലാൻ വേണ്ടിയായിരുന്നു തന്നിരിക്കുന്നത്, ചെല്ലാതിരിക്കാനല്ല. वहां पहुंचने के लिए दिया गया है बल्कि ना पहुंचने के लिए नहीं। ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുത്തപ്പോൾ पुराना नियम में जब नियम को दिया गया ആരും അത് മുഴുവൻ ചെയ്യത്തില്ലെന്ന് ദൈവത്തിനോട് അറിയാം. और परमेश्वर
परमेश्वर स्वयं जानते थे कि कोई भी इसको पूरा नहीं कर सकता, കാര്യം അന്ന് നിയമമേ ഉള്ളായിരുന്നു, കൃപയില്ലായിരുന്നു. क्योंकि उस जमाने में केवल नियम था लेकिन कृपा नहीं थी. എന്നാൽ യേശു വന്നപ്പോൾ മോശ വന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. मूसा जो आया पुराना नियम को लेकर और वो कल्पनाएं लेकर आया. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. और यूहन्ना के सुसमाचार में पढ़ते हैं कि पुराना नियम जो है वो मूसा के द्वारा आया. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. और ये जो 10 कल्पनाएं मिली थी वो मूसा के द्वारा आया. കൃപയും സത്യവും യേശു മുഖാന്തരം. लेकिन कृपा और सच्चाई यीशु के माध्यम से आया. ന്യായപ്രമാണം എന്ന് പറയുന്നതാണ് സത്യം. और ये न्याय प्रमाण जो है वो सच्चाई है. പക്ഷേ മോശ ന്യായപ്രമാണം തന്നപ്പോൾ അതനുസരിക്കാനുള്ള കൃപയുടെ കൊണ്ടുവന്നില്ല. लेकिन मूसा ने जब इस न्याय की कल्पनाओं को दिया तो उसका पालन करने की कृपा साथ नहीं लाया. നമ്മൾ ചെയ്തോളാം. हमें करना है. നമ്മളെ മനസ്സിലായി. जो मैंने कहा आप समझे हैं. എല്ലാവരും പരിശ്രമിച്ചു. सभी लोगों ने परिश्रम किया. പക്ഷേ ആർക്കും ചെല്ലാൻ പറ്റിയില്ല. लेकिन कोई भी उसका पूरा नहीं कर पाया. യേശു വന്നപ്പോൾ लेकिन जब यीशु मसीह आया ന്യായപ്രമാണം എടുത്തു കളഞ്ഞില്ല. वो उसको पुराने कल्पनाओं को नहीं निकाला. കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. यीशु मसीह ने कहा पुराने नियम को हटाने के लिए नहीं बल्कि उसको पूरा करने के लिए मैं आया. ഹല്ലേലൂയ. हालेलुया. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? उसने क्या किया? അവൻ പറഞ്ഞു നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നേരത്തെ 1 കിലോമീറ്റർ നീളമുള്ള ബുർജ് ഖലീഫ അത്രയും മോളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഒരു ഏണി കൊടുത്തു. पहले वो बुर्ज खलीफा के जैसे 1 किलोमीटर लंबा में चढ़ने के लिए बोला था और एक जीना भी दिया था. ആ ഏണിയെ പിടിച്ച് ഞാൻ കയറണമായിരുന്നു. और उस जीना को पकड़कर मुझे ऊपर चढ़ना था. പലരും 100 മീറ്റർ കയറി താഴെ വീണു. और कई लोग 100 मीटर चढ़कर गिर गए ചിലർ 500 മീറ്റർ വരെയൊക്കെ കയറി. और कुछ लोग 500 मीटर तक पहुंचे. പക്ഷേ ബുർജ് ഖലീഫ 1 കിലോമീറ്ററാണ്. लेकिन बुर्ज खलीफा की लंबाई जो है 1 കിലോമീറ്റർ 1 किलोमीटर है 500 മീറ്റർ വരെ പോയി താഴെ വീണു. और 500 मीटर तक जाकर नीचे गिरे हुए लोग हैं. നമ്മളെ മനസ്സിലാക്കണം. आप समझ रहे हैं मैं क्या? അതുപോലെ ചെല്ലാൻ ബുദ്ധിമുട്ടായിരുന്നു. वहां तक पहुंचना मुश्किल था. എന്നാൽ യേശു വന്നപ്പോൾ लेकिन जब यीशु मसीह आया നിയമം എടുത്തു കളഞ്ഞില്ല. उसने पुराने नियम को निकाल नहीं പക്ഷേ चाहिए. നമുക്ക് കൃപയുടെ 2 ചിറകുകൂടെ പിടിപ്പിച്ചത്. लेकिन हमें कृपा का दो पंख भी दिए പറഞ്ഞു കളിക്കോളാം. और फिर हमें बोला उस पंख से उड़कर आप पहुंचे. ആ കൃപയുടെ ചിറകിലെ നമുക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റുള്ളൂ. और उस कृपा के पंखों के तले ही हम उस नियमों का पालन कर सकते हैं. ഹല്ലേലൂയ. हालेलुया. യേശു പറഞ്ഞതുപോലെ ജീവിക്കണമെങ്കിൽ എന്റെ സ്വയ ശക്തി കൊണ്ട് കഴിയത്തില്ല. यीशु ने जैसा कहा वैसे अगर जीना है हमारे स्वयं ताकत से नहीं हो सकता. അതുകൊണ്ട് ഇത് ചെയ്യല്ല. इसलिए आप नहीं करें ऐसा नहीं. അതിനാണ് അവൻ കൃപ തന്നിരിക്കുന്നത്. इसीलिए उसने कृपा दिया है അതിനാണ് അവൻ പരിശുദ്ധാത്മാവിനെ और തന്നിരിക്കുന്നത്. इसीलिए पवित्र आत्मा को दिया है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 14-ാമത്തെ അധ്യായത്തില് I will ask the Father, if you love me, you will obey my commandments, and I will ask the Father, and he will send you another counselor to be with you forever. और मैं जब भी पवित्र आत्मा के बारे में कहता हूँ तो यूहन्ना में जो लिखा है उस विषय को मैं कहता हूँ अगर तुम मुझसे प्रेम करोगे और मेरे पिता की आज्ञाओं का पालन करोगे तो मैं पिता से पूछूंगा और वो तुम्हें एक सहायक भेजेगा. If you love me, you will obey my commandments. अगर तुम मुझसे प्रेम करोगे तो मेरी आज्ञाओं का पालन करेंगे. പഴയ നിയമ വിശുദ്ധന്മാരും യഹൂദന്മാരും ഒക്കെ ദൈവത്തെ അനുസരിച്ചതിന്റെ പ്രധാന കാരണം ഒന്ന് പേടിച്ചാണ്. पुराने नियम के भक्त लोग और बाकी के जितने भी जन थे जो बुजुर्ग उन्होंने परमेश्वर की जो आज्ञाओं का पालन डर की वजह से किया. പേടി വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. डर चाहिए डर नहीं आना चाहिए ऐसा मैं नहीं कहूँगा. പേടി എന്ന് പറയുന്നത് കൊല്ലുമെന്നുള്ള പേടിയല്ല വേണ്ടത്. लेकिन जो डर है वो मार डालेगा इस विषय का डर नहीं. ദൈവത്തോടൊരു ബഹുമാനം എപ്പോഴും നമുക്ക് ആദരവ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. लेकिन परमेश्वर के प्रति एक आदर सम्मान हमेशा जरूरी है അത് നഷ്ടപ്പെട്ടു പോകരുത്. और ये कभी भी नहीं खोना चाहिए. കൃപയുടെ കാര്യം പറഞ്ഞിപ്പോ വന്ന് ആർക്കും ദൈവത്തെ റെഫറൻസ് ഇല്ലാതെ പോകും. इन कृपा के बारे में कहते कहते अब परमेश्वर के प्रति कोई आदर नहीं बचा. അങ്ങനെ ഉണ്ടാകരുത്. ऐसा नहीं होना चाहिए. ഹല്ലേലൂയ. हालेलुया. എന്നാൽ പഴയ നിയമത്തിലെ വ്യക്തികൾ കർത്താവിനെ അനുസരിച്ചത് ഒരു അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കോൺസിക്വൻസസിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്. लेकिन पुराने जमाने के जितने लोगों ने भी परमेश्वर से प्रेम किया वो इसलिए किया एक डर था उनमें कि अगर इसका उल्लंघन किया जाए तो उसकी प्रतिक्रिया क्या होगी.
അത് ശരിയുമാണ്. അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്. और ये सही भी था, अगर उसका उल्लंघन किया जाता तो उन्हें उसका दंड भी मिलता था। കർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ മനുഷ്യൻ ആരാണെങ്കിലും നരകത്തിൽ പോകും. और परमेश्वर का उस वचन का उल्लंघन करेंगे तो मनुष्य कोई भी क्यों ना हो वो नरक में जरूर जाएगा। പക്ഷെ നരകത്തെ പേടിച്ചല്ല ഒരു ശിഷ്യൻ യേശുവിനെ അംഗീകരിക്കുന്നത്. लेकिन नरक के डर के वजह से एक चेला उसका पीछे नहीं होता। നരകത്തെ പേടിച്ചിട്ടല്ല നമ്മൾ നിയമങ്ങൾ അനുസരിക്കുന്നത്. और नरक के डर की वजह से हम नियमों का पालन नहीं करते, നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. बल्कि हमारे मसीह से प्रेम करने की वजह से। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തോളൂ. अगर तुम मुझसे प्रेम करोगे तो मेरी आज्ञाओं को तुम मानोगे। സ്നേഹം ആവശ്യം. और प्रेम यहाँ का विषय है। और പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ടാണ് കൽപ്പനകൾ അനുസരിക്കുന്നത്? बिकॉज़ वी लव गॉड. इसलिए प्रियजनों, उसके नियमों का पालन हम क्यों करते हैं? क्योंकि हम परमेश्वर से प्रेम रखते हैं। സ്നേഹം കൊണ്ടായിരിക്കണം. और प्रेम से ही होना चाहिए। ഹല്ലേലൂയ. हालेलुया। ഇവിടുന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ പോയ ഒരു ചെറുക്കന്റെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു. यहाँ से इंजीनियरिंग पढ़ने के लिए बैंगलोर में एक युवक गया, उसके बारे में मैं ऐसा कहता हूँ। അവന്റെ 19ാമത്തെ ബർത്ത്ഡേക്ക് उसके 19वें सालगिरह के दिन കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഇത് ബർത്ത്ഡേ അല്ലേ? सारे मित्रों ने मिलकर कहा कि आज तो आपका जन्मदिन है। യെസ്. हाँ, जन्मदिन है, അപ്പൊ അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? तो इसलिए हम इसका उत्सव मनाएंगे। സെലിബ്രേറ്റ് ചെയ്യാം. बोलेंगे हाँ, हम उत्सव मनाएंगे। ഇതിന്റെ കാശുണ്ടോ? क्या पैसा है तेरे पास? ആ പപ്പ പറഞ്ഞായിരുന്നു, നീ ബർത്ത്ഡേക്ക് വേണ്ടി ഇച്ചിരി പൈസ എക്സ്ട്രാ തന്നായിരുന്നു. तो पिताजी ने कहा था तेरा जन्मदिन है इसलिए थोड़ा अधिक मुझे पैसा मिला था। എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ബാറിൽ പോകാം, കുടിക്കാം. तो ठीक है, हम सीधा बार में जाएंगे, शराब पियेंगे। അവൻ പറഞ്ഞു അത് പറ്റത്തില്ല. वो बोले नहीं, वो नहीं करेंगे। ഞാൻ പറഞ്ഞു അതെന്താ? बोले वो क्यों? അത് വേണ്ട, നമുക്ക് റെസ്റ്റോറന്റിൽ പോയി വല്ലതും കഴിക്കാം. वो नहीं, हम लोग किसी रेस्टोरेंट में जाकर खाना खाएंगे। നിനക്ക് എന്നാണ് കുടിച്ചാലെന്താ? क्यों तू पी क्यों नहीं सकता? You chicken, you fear that your father will hunt you. तू एक चिकन की तरह है। क्या तू डरता है कि तेरा पिताजी तुझे कुछ करेगा? നീ എന്തോ പേടിച്ചുകൊണ്ടാണ് നിന്റെ അപ്പനെ നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നു. तू कितना डरपोक है, क्या तेरा पिताजी तुझे मारने वाला है? ഞാൻ പറഞ്ഞു എനിക്ക് ആ പേടിയല്ല. तो उसने बोला वो डर नहीं है। പിന്നെ നിന്റെ പേടി? तो क्या है तेरा डर? If I do this, बोला अगर मैं ये करूं, I know I am hurting my father. I will hurt my father. मैं जानता हूं कि मैं मेरे पिताजी को चोट पहुंचाता हूं। Hallelujah. हालेलुया। ഇത് ചെയ്ത അപ്പനെ കൊല്ലുമോ എന്നുള്ളതല്ല, പക്ഷേ ഇത് ചെയ്ത ഞാൻ അപ്പനെ വിഷമിപ്പിക്കുകയാണ്. ये करने से पिताजी मुझे मार डालेगा ऐसा नहीं, लेकिन अगर मैं ये करूं तो मैं मेरे पिताजी को कितना चोट पहुंचाऊंगा। Hallelujah. हालेलुया। അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ പാപം, ഒരു വിശ്വാസി പാപം ഒരു അവിശ്വാസി പാപം ചെയ്യുമ്പോൾ അവനവന്റെ സൃഷ്ടാവിനോടാണ് പാപം ചെയ്യുന്നത്. इसलिए अविश्वासी जब पाप करता है वो उसके सृजनहारा के खिलाफ पाप करता है। എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവന്റെ അപ്പനോട് അവൻ പാപം ചെയ്യുന്നത്. लेकिन जब एक विश्वासी पाप करता है तो उसके पिता के खिलाफ वो पाप करता है। അത് കണ്ടിട്ടുണ്ടോ? और ये दोनों अलग है। ഹല്ലേലൂയ. हालेलुया। നമ്മള് അവൻ ദൈവം സൃഷ്ടാവാണെങ്കിലും അവൻ നമ്മുടെ പിതാവും കൂടെയാണ്. परमेश्वर हमारा सृजने वाला है, लेकिन वो हमारा पिता भी है। നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കാരുണ്ടല്ലോ. हमारे घर में बहुत ही काम करने वाले लोग हैं। ജോലിക്കാരുടെ പിള്ളേർ ചീട്ട് കളിച്ചാലും നമുക്ക് സങ്കടമുണ്ടെങ്കിലും ഹൃദയം പൊട്ടിപ്പോകുന്നില്ല. और उनके बच्चे अगर पत्ते खेलते हैं तो हमें दुख होता है, लेकिन हमारा दिल नहीं टूटता। എന്റെ പിള്ളേർ ചീട്ട് കളിച്ചാൽ എന്റെ ഹൃദയം തകർന്നു പോകും. लेकिन अगर मेरे बच्चे पत्ते खेलेंगे तो मेरा दिल टूट जाएगा। അതുകൊണ്ട് അവിശ്വാസി പാപം ചെയ്യുമ്പോഴും കർത്താവ് വേദനിക്കുന്നുണ്ട്. बिल्कुल वैसे ही जब अविश्वासी पाप करता है तो परमेश्वर को दुख जरूर होता है। പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ ഹൃദയം തകർന്നു പോവുകയാണ്. लेकिन उद्धार पाया हुआ एक व्यक्ति जब पाप करता है तो परमेश्वर का दिल टूट जाता है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാത്തത്. इसीलिए हम पाप नहीं करते। നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തു. तुम अगर मुझसे प्रीति रखते हो तो मेरे नियमों का पालन करेंगे। എന്നാൽ ഞാൻ പിതാവിനോട് ചോദിച്ചു,